വിറകടുപ്പിൽ എന്ത് പാകം ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നല്ല നാടൻ താറാവ് പച്ചക്കുരുമുളക് അരച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലോ? ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഈ ഒരു താറാവ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ആദ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിതുപോലെ ഒരു ചെറിയൊരു അമ്മിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയൊക്കെ ഇതുപോലെ ചതച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് നോൺ വെജ് തയ്യാറാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളക്, ചുവന്നുള്ളി ഇങ്ങനത്തെ എല്ലാ ഐറ്റമും ഒന്ന് ചതച്ചതിന് ശേഷം നോൺ വെജിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ചതച്ച് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കുരുമുളകാണ്. നല്ല ഫ്രഷായിട്ട് ഞാനിപ്പോൾ പറിച്ചെടുത്ത് കൊണ്ടുവന്ന പച്ചക്കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് എത്രത്തോളം കുരുമുളക് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഈ തിരിയിൽ നിന്ന് കുരുമുളകെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. ഇനി നമുക്ക് ഈ കുരുമുളക് കൂടി ഒന്ന് ചതച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ നല്ല പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. എന്തായാലും ഇത് വഴന്നൊക്കെ വരുമ്പോൾ ഈ കുരുമുളകെല്ലാം ഇറച്ചിയോട്ടൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിക്കോളും. അപ്പോൾ അത് കാരണം അരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വിറകടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു വലിയ ഉരുളി വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. വിറകടുപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മൂത്തൊക്കെ വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊട്ടും കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 8 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാള കൂടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ റോസ്റ്റിന് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ എക്സ്ട്രാ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വിറകടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് മൂത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി എത്രത്തോളം കൂടുന്നോ അത്രയും ഈ താറാവ് റോസ്റ്റിന് ടേസ്റ്റ് കൂടുതലായിരിക്കും കിട്ടുക. ഈ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു റോസ്റ്റിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അതുപോലെ പച്ചമുളകോ കാന്താരിയോ അതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു താറാവ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാടൻ താറാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 1.5-2 കിലോളം വരും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയും അതുപോലെ ഇറച്ചിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ താറാവ് എടുക്കുമ്പോൾ അതിന് തൊലിയോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നാടൻ താറാവാണെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് വീതം വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം. ഉപ്പൊക്കെ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ചെറിയൊരു കുഴി പോലെ ഒന്ന് ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് അതിലുള്ള എണ്ണയൊക്കെ ഒന്ന് ഊറി ഇതിൻ്റെ നടുവിലേക്ക് വന്നിട്ടുണ്ടാകും. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മുളക് പൊടി ഒന്നും ചേർക്കരുത് കേട്ടോ. പച്ചക്കുരുമുളക് ചതച്ചത് തന്നെയാണ് ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് 1 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം എല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചക്കുരുമുളക് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഈ താറാവ് നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ താറാവൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു റോസ്റ്റ് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് കൂടിയിട്ടൊന്ന് തിളപ്പിച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേറെ തക്കാളിയോ അല്ലെങ്കിൽ ചൊറുക്കയോ ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി സവാളയുടെ മധുരം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ സ്പൂൺ ചൊറുക്ക അല്ലെങ്കിൽ വിനാഗിരി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ചൂട് ചോറിൻ്റെ അല്ലെങ്കിൽ റൊട്ടി, അപ്പം, ചപ്പാത്തി, ഇടിയപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റോസ്റ്റാണ്. ഇതുവരെ ഇതുപോലൊരു താറാവ് റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കാനായിട്ട് മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.